സാർ, ഇതിപ്പോൾ വലിയൊരു അപകടം ഒഴിവായി എന്ന് തന്നെ പറയാം. പക്ഷേ അതേസമയം തന്നെ നമ്മൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഇപ്പോൾ പുറമേ നിന്ന് നോക്കിയാൽ മുഴുവൻ പണി തീർത്ത, പുതിയതായി പെയിന്റ് അടിച്ച, മുഴുവനായി മോടി പിടിപ്പിച്ച ഒരു കെട്ടിടം. പക്ഷേ അതിന്റെ ഉൾവശം ഇത്ര വീക്കാണ്, അല്ലെങ്കിൽ ഇത്തരത്തിലൊന്ന് തകർന്നു വീഴത്തക്ക രീതിയിൽ, തൊട്ടാൽ തകർന്നു വീഴത്തക്ക രീതിയിൽ നിൽക്കുന്ന ഒരവസ്ഥ. ഇതൊരു വലിയ കെടുകാര്യസ്ഥത തന്നെയല്ലേ? താങ്കൾ പറഞ്ഞതുപോലെ പുറം മോടിയിലൂടെ നടത്തുന്ന വലിയ അഴിമതിയുടെ ഏറ്റവും മികച്ച ദൃഷ്ടാന്തമാണ്. 2020 നവംബർ 4-ന് 1,77,00,000 രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ഈ മന്ദിരവും ഇതിന് അടുത്തുള്ളൊരു മന്ദിരവും ഇതിനെ പൈതൃക മന്ദിരമെന്ന് വിശേഷിപ്പിച്ച് അന്നത്തെ മുഖ്യമന്ത്രി അനാവരണം നിർവഹിച്ച കല്ല് ശിലാഫലകം ഈ സ്ഥാപനത്തിന്റെ, ഈ കെട്ടിടത്തിന്റെ മുൻപിലുണ്ട്. നിങ്ങൾക്കത് കാണാം, എടുക്കാൻ കഴിയും. 6 കൊല്ലം മാത്രമാണ് ഇതിന് പഴക്കം. പുതുക്കി പണിതിട്ടോ അതോ മൊത്തത്തിൽ പണിതിട്ടോ? 6 കൊല്ലത്തിൽ ഈ 2 മന്ദിരങ്ങൾ, ഇത് പൈതൃക മന്ദിരമായി ഹാബിറ്റാറ്റിനെ കൊണ്ട് നിർമ്മിച്ചതാണ്. 2020 നവംബർ 4, അതായത് 6 കൊല്ലത്തിനുള്ളിൽ മാത്രം പഴക്കമുള്ള കെട്ടിടമാണിത്. അപ്പൊ ഇത് നിങ്ങൾ പറഞ്ഞതുപോലെ പുറം മൂടി മാത്രമാണ്. ഇതിന്റെ മേൽക്കൂര ഒന്നാകെ തകർന്നു വീണു. ജില്ലാ സമഗ്ര ശിക്ഷ കേരളത്തിന്റെ ജില്ലാ പ്രൊജക്ട് ഓഫീസാണ്. ഈ ഓഫീസിനകത്ത് ആളുണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് വലിയ അപകടത്തിന് കാരണമായേനെ. ഈ പറയുന്ന അത്രയും തുക ഈ ഒരു ഒറ്റ കെട്ടിടത്തിന് വേണ്ടി മാത്രം? ഈ കെട്ടിടവും ഇതുപോലെ അപ്പുറത്തൊരു കെട്ടിടവും ഇതിനെ പൈതൃക മന്ദിരമായി സംരക്ഷിക്കണം എന്ന് പറഞ്ഞ് ഈ കാണുന്ന പോലുള്ള പുറമോടി വരുത്തി നിർമ്മിച്ച ഒരു കെട്ടിടമാണ്. അതിന്റെ പേരിൽ വലിയൊരു കൊള്ള നടന്നിട്ടുണ്ടെന്ന് തന്നെ പറയാം. അല്ല, അങ്ങനെയല്ലേ മനസ്സിലാക്കേണ്ടത്. 1,70,00,000 രൂപയ്ക്ക് നിർമ്മിച്ച കെട്ടിടം ഇത്ര പെട്ടെന്ന് തകർന്നു വീണാൽ അത് വലിയ അഴിമതിയാണ്, കാര്യം സംശയമൊന്നുമില്ല. എന്തായിരിക്കും ഇനി ഒരു തുടർ നടപടി? പരിശോധിക്കട്ടെ. മേയർ ഉൾപ്പെടെയുള്ള ആളുകളുമായി സംസാരിച്ചിട്ട് നഗരസഭയെ സംബന്ധിച്ച് ഈ സ്കൂൾ തുറക്കുന്ന അധ്യയന വർഷം ആരംഭിക്കുന്ന ഘട്ടത്തിൽ സ്കൂളുകൾക്ക് ഫിറ്റ്നസ് കൊടുക്കണം. അപ്പൊ നഗരത്തിലെ സ്കൂളുകളിൽ നഗരസഭ കൃത്യമായ പരിശോധന നടത്തി ആദ്യം തന്നെ 5 ലക്ഷം രൂപ അറ്റകുറ്റപ്പണികൾക്കും ബലക്ഷയമൊക്കെ മാറ്റാൻ ഓരോ സ്കൂളുകൾക്കും 5 ലക്ഷം രൂപ നൽകി. അതിനുശേഷം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ, എഞ്ചിനീയറിംഗ് വിഭാഗ ഉദ്യോഗസ്ഥരെ എല്ലാം ചുമതലപ്പെടുത്തി പ്രഥമാധ്യാപകരുടെ യോഗം വിളിച്ച് സ്കൂളുകൾ പരിശോധിച്ച് ബലക്ഷയമില്ലെന്ന് ഉറപ്പുവരുത്തിയ സ്കൂളുകൾക്കാണ് നഗരസഭ ഫിറ്റ്നസ് നൽകിയിട്ടുള്ളത്. അല്ലാത്ത ഒരു കെട്ടിടത്തിന് നഗരസഭ ഫിറ്റ്നസ് നൽകിയിട്ടില്ല. സ്കൂളുകൾ മാത്രമാണ് പരിശോധന. ഞാൻ പറഞ്ഞ സ്കൂൾ കോമ്പൗണ്ടിനകത്ത് ഇത്തരത്തിലുള്ള സർക്കാർ സ്ഥാപനങ്ങൾ, അത് വിദ്യാഭ്യാസ വകുപ്പിന്റെതും മറ്റുമൊക്കെ പലതും ഉണ്ടാവും, അതിനൊന്നും ഫിറ്റ്നസ് കൊടുത്ത് പരിശോധിക്കേണ്ട വേളയല്ലായിരുന്നു. മുൻ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി നമ്മളോട് സംസാരിച്ചിരുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞിരുന്നു ഇതൊരു സ്കൂൾ കോമ്പൗണ്ടിനകത്ത് നിൽക്കുന്ന കെട്ടിടമാണ്. അപ്പൊ സ്കൂളിന്റെ ഫിറ്റ്നസ് എടുക്കുന്നതിന് കാരണം കുട്ടികൾ ഇങ്ങോട്ട് ഓടിക്കയറി വരാനും ഇതുവഴിയൊക്കെ നടക്കാനും ഒക്കെയുള്ള സാധ്യതയുണ്ട്. അപ്പൊ സ്കൂളിന് ഫിറ്റ്നസ് നൽകുന്നതിനോടൊപ്പം തന്നെ ഈ കെട്ടിടവും പരിശോധിക്കേണ്ടിയിരുന്നു എന്ന് അദ്ദേഹം പറയുന്നു. 2020 നവംബറിൽ അന്നത്തെ മുഖ്യമന്ത്രി അനാവരണം ചെയ്ത ശിലാഫലകം മുമ്പിലുള്ളപ്പോ ആ കെട്ടിടത്തിന്റെ ഫിറ്റ്നസ് സംബന്ധിച്ച് ഇത് പറഞ്ഞ മന്ത്രി പരിശോധിക്കുന്നത് നല്ലതാണ് എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. ദിവിഷ്, അതാണ് പറഞ്ഞത്. വളരെ കുറച്ച് മാത്രമാണ് ഈ കെട്ടിടത്തിന് പഴക്കമുള്ളത്. അതായത് 5 അല്ലെങ്കിൽ 6 വർഷത്തെ പഴക്കം മാത്രമുള്ള ഒരു കെട്ടിടം ഇത്തരത്തിൽ തകർന്ന് താഴെ വീഴണമെങ്കിൽ ഇത് നിർമ്മിച്ചതിലുള്ള പാകപ്പിഴ തന്നെ ആകാം, അല്ലെങ്കിൽ അതിന്റെ പേരിൽ തന്നെ ഒരു വലിയ കൊള്ള നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ എനിക്കൊരു കൺഫ്യൂഷൻ തോന്നുന്നു അതില്. ഇപ്പോൾ കാരണം പൈതൃക കെട്ടിടം എന്ന് പറഞ്ഞ് സംരക്ഷിക്കുന്നത് കാലങ്ങളായിട്ടുള്ള ഒരു കെട്ടിടത്തെ, അതായത് ഈ സ്കൂളൊക്കെ തുടങ്ങുന്ന കാലത്തോ അല്ലെങ്കിൽ അതിനുശേഷം നടന്ന് സ്ഥാപിക്കപ്പെട്ട ഒരു കെട്ടിടത്തെ അത് അതേപടി സംരക്ഷിച്ചുകൊണ്ട് അതിന് അറ്റകുറ്റപ്പണിയൊക്കെ നടത്തി ഓടുകളൊക്കെ മാറ്റി പട്ടികയൊക്കെ നന്നാക്കി വൃത്തിയാക്കി സൂക്ഷിക്കുന്നതാണ് പൈതൃക കെട്ടിടം. പുതിയ കെട്ടിടമാണോ എന്ന് എനിക്ക് അദ്ദേഹത്തിന് എന്തെങ്കിലും കൺഫ്യൂഷൻ, എനിക്കറിയില്ല, ഒരു സംശയം തോന്നിയോണ്ട് പറയുകയാണ്. അങ്ങനെയുള്ള കെട്ടിടങ്ങളെയാണ് പൈതൃക കെട്ടിടം എന്ന നിലയിൽ സംരക്ഷിച്ചു വരുന്നത്. അപ്പോൾ പറഞ്ഞ അനുസരിച്ച് എനിക്ക് തോന്നുന്നു 5 വർഷം മുമ്പ് ഏകദേശം 1 കോടി രൂപ മുടക്കി ഈ പഴയ കെട്ടിടത്തെ പുതുക്കി ഓടൊക്കെ മാറ്റി അല്ലെങ്കിൽ സീലിംഗ് ഒക്കെ മാറ്റി പെയിൻ്റൊക്കെ അടിച്ച് മറ്റ് പൊട്ടലും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി ഈ പൈസ കൊണ്ട് പുതുക്കിയിട്ടുണ്ട്. അതായിരിക്കാം അദ്ദേഹം ഒരു പുതിയ കെട്ടിടം എന്ന നിലയ്ക്ക് പറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നു. അതിൻ്റെ സ്കൂളിലെ ആളുകളൊക്കെ വേണം അത് ഒന്ന് വിശദീകരിക്കാൻ. ാണ് വീണ്ടും തിരുത്തി ചോദിച്ചത്, അറ്റകുറ്റപ്പണി നടത്തിയിട്ട് 6 വർഷമായതാണോ അതോ മൊത്തത്തിൽ പണിതിട്ട് 6 വർഷമായതാണോ എന്ന്. അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നത് മൊത്തത്തിൽ പണിതിട്ട് 6 വർഷമായിട്ടേ ഉള്ളൂ. അക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട്. എന്തായാലും പക്ഷേ അങ്ങനെ ചിന്തിച്ചാൽ കൂടെ 6 വർഷം മാത്രമേ ആയിട്ടുള്ളൂ ഈ കെട്ടിടം പണിതിട്ട്. പക്ഷേ ഈ കെട്ടിടത്തിന്റെ അവസ്ഥ നോക്കൂ. ഞാൻ ഈ ചൂണ്ടിക്കാണിക്കുന്ന തടി കാണാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ ഈ കുത്തുവീഴുക അല്ലെങ്കിൽ വെള്ളം ഇറങ്ങി ദ്രവിച്ച് അത് അപ്പാടെ നശിച്ചു പോകുന്ന ഒരു അവസ്ഥയിലിരിക്കുന്ന ഒരു തടി, അതാ ഒരു മേൽക്കൂരെ താങ്ങി നിർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തടികഷ്ണങ്ങളിൽ ഒന്നാണ്. അതിന്റെയൊക്കെ അവസ്ഥ കണ്ടാൽ തന്നെ എത്ര പരിതാപകരമായിരുന്നു ഇതിന്റെ മേൽക്കൂരയുടെ ആ ഒരു സ്ഥിതി എന്ന് മനസ്സിലാക്കാം. പക്ഷെ പുറമേ നിന്ന് കുറച്ചുകൂടി ക്ലാരിറ്റി വരാനുണ്ട്. ഇത് മാത്രമല്ല, മറ്റു പല സ്കൂളുകൾ ഇതുപോലെ പൈതൃക പട്ടികയിൽപ്പെടുന്ന കെട്ടിടങ്ങളുണ്ട്. അതിന്റെയൊക്കെ സുരക്ഷ വേഗത്തിലൊന്ന് പരിശോധിക്കുന്നത് കൂടി നല്ലതായിരിക്കുമെന്ന് തോന്നുന്നു.